ഞാനും അല്ലിക്കുട്ടനും വീണ്ടും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ചേച്ചിമാർക്കും അച്ചയ്ക്കും ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വാഴച്ചുണ്ടും പയറും കൂടെ തോരൻ വെക്കാനായിട്ട് ചുണ്ടരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്കിനും നമ്മുടെ പൂച്ചക്കുട്ടൻ അവിടെ നിന്ന് അവനെന്നാലും ഞങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരുവാണേ. അവൻ എൻ്റെ അടുത്ത് വന്നത് എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കാൻ ഇപ്പം അവനിഷ്ടം കേട്ടോ. എൻ്റെ കാലയിലൊക്കെ ചുറ്റി ഇങ്ങനെ അവൻ്റെ വാലുമൊക്കെ മുട്ടിച്ച് അവനങ്ങനെയൊക്കെയാണ് ഇഷ്ടം. നമ്മുടെ കാലയിലോട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം അവന്. അല്ലിക്കുട്ടനാണ് ഇതൊന്നും കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അല്ലിക്കുട്ടന് ഇതൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പൂച്ചക്കുട്ടനാണെ ആരും കളിക്കാനും കൂട്ടില്ല, അവൻ്റെ അമ്മയില്ല, ആരും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഞങ്ങളെ ആരെങ്കിലും കണ്ടാൽ ഇപ്പം അവന് ഓടി ഇങ്ങോട്ട് വരും കേട്ടോ. ഇപ്പം എന്നെ തന്നെയല്ല ചേച്ചിമാരെയും അച്ഛനെയൊക്കെ കണ്ടെന്ന് അവൻ ഓടി വരും. ഞങ്ങൾ അടുക്കള വാതിൽ തുറന്ന് അപ്പം തന്നെ അവൻ ഓടി ഈ വാതിൽക്കേ വരുവേ. എന്നിട്ട് ഇവനിങ്ങനെ ഞങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ആത്തു ചേച്ചി ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ പുറകിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അവളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൾ ഇപ്പറേ വന്ന് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ പൂച്ചക്കുട്ടൻ ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നെ അവളുടെ കാലയിലോട്ട് ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ടാണ്. പൂച്ചക്കുട്ടൻ കാത്തു ചേച്ചിയുടെ അടുത്തോട്ട് പോയത് അല്ലിക്കുട്ടന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അല്ലിക്കുട്ടൻ അന്നേരം തന്നെ അവിടുന്ന് എൻ്റെ അടുത്ത് നിന്ന് ഓടി ചേച്ചിയുടെ അടുത്തോട്ട് പോവുക. അല്ലിക്കുട്ടൻ ഓർക്കുന്നത് ഈ ചേച്ചി അമ്മയെല്ലാം അവൻ്റെ അല്ലേ, അല്ലിക്കുട്ടൻ്റെ അല്ലേ. ഇവനെന്തിനാ ഈ പൂച്ചക്കുട്ടൻ എന്തിനാ എൻ്റെ ചേച്ചീനെ എൻ്റെ അമ്മേനെയൊക്കെ സ്നേഹിക്കുന്നതെന്നാന്ന് തോന്നുന്നു അല്ലിക്കുട്ടൻ ഓർക്കുന്നത്. അല്ലിക്കുട്ടന് ചേച്ചിയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ അല്ലിക്കുട്ടൻ പൂച്ചേനായിട്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒട്ടും ഇഷ്ടമല്ല. പൂച്ച അല്ലിക്കുട്ടൻ വന്നത് കൊണ്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് മതിലിലോട്ട് കയറിയേ. പൂച്ച അങ്ങോട്ട് പോയപ്പോൾ അല്ലിക്കുട്ടൻ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുവാണേ. അല്ലിക്കുട്ടൻ അങ്ങോട്ട് പോയപ്പം പൂച്ച തിരിച്ച് കാത്തൂൻ്റെ അടുത്തോട്ട് പോവുക. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഈ ഒളിച്ചേകണ്ട കളി പോലെയാണ്. അവൻ അങ്ങോട്ട് പോകുമ്പം അല്ലിക്കുട്ടനും ചെല്ലും, അവൻ തിരിച്ചു പോകുമ്പോഴത്തേക്കിനും അല്ലിക്കുട്ടനും തിരിച്ചു പോകും. അങ്ങനത്തെ കളിയാണ്. കാത്തൂൻ്റെ കാലത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടോ. അപ്പോഴത്തെ അല്ലിക്കുട്ടൻ അവിടെ എത്തി കേട്ടോ. ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ അല്ലിക്കുട്ടൻ ഓടി അവിടെ എത്തി. അല്ലിക്കുട്ടന് ഭയങ്കര കുശുമ്പാ. ചേച്ചി അന്നേരം അല്ലിക്കുട്ടനെ പിടിച്ച് മാറ്റുക. പൂച്ച എങ്ങാനും അവൻ്റെ കണ്ണിനിട്ടെങ്ങാനും വല്ലതും ചെയ്തെങ്കിലോ എന്ന് ഓർത്താൽ ചേച്ചിക്ക് പേടി. ചേച്ചി അന്നേരം പറയുന്നുണ്ട് അല്ലിക്കുട്ടനെ മാറ്റിക്കുമേ, പൂച്ച ചിലപ്പോൾ അവൻ്റെ കണ്ണിനിട്ട് അടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. നമ്മുടെ അശ്വതി ചേച്ചിയുടെ ചിക്കിനെ ഒരു പൂച്ച അടിച്ചതാണ്. എന്നിട്ട് ചിക്കിൻ്റെ കണ്ണൊക്കെ പിന്നെ കാണാൻ മേലാതെയൊക്കെ ആയിരുന്നു. എന്തായാലും രണ്ടുപേരും നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെയാണ് കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പുണ്ട്. അല്ലിക്കുട്ടൻ അവനെ പേടിപ്പിക്കും, അവൻ അല്ലിക്കുട്ടനെയും പേടിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ പോകുന്നത്. പിന്നത്തെ സന്ധ്യ ആയപ്പോഴത്തേക്കിന് ഞങ്ങളിതേ വാതുക്കലോട്ട് വന്നിരുന്നതാണ്, ഞാനും അല്ലിക്കുട്ടനും കൂടെയൊക്കെ. അപ്പോഴത്തേക്കിന് പൂച്ചക്കുട്ടൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വാതിൽ വരെ എത്തി. ഞങ്ങളിവിടെ വർത്താനം പറയുന്ന ഒച്ച കേട്ടപ്പോഴത്തേക്കിന് അവൻ വന്നതാണ്. അവരിപ്പോൾ ഞങ്ങളുടെ ഒച്ച കേട്ട അപ്പോഴേ ഞങ്ങൾ എവിടെയാണേലും ഇപ്പോൾ ഓടി എത്തുക. ഞാനാദ്യം പറഞ്ഞില്ലേ അവനെ അടുക്കളയുടെ ഭാഗത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന്. ഇപ്പം ഇവൻ പെരക്കകത്തേക്ക് കയറാനും എൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ടോ. എൻ്റെ അടുത്തേക്ക് വരുന്ന അല്ലിക്കുട്ടൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മാറി നിൽക്കുവാണെങ്കിൽ അവന് വലിയ കുഴപ്പമില്ല. എങ്കിലും നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നത് അവന് ഒട്ടും ഇഷ്ടമില്ലാതെ. എന്നെ വല്ലതും ചെയ്യുമെന്ന് ഓർത്താണോ എന്നാണോ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ അവനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലിക്കുട്ടൻ പേടിപ്പിക്കുന്നതൊന്നും പൂച്ചക്കുട്ടൻ്റെ പ്രശ്നമല്ല കേട്ടോ. അവനും അമ്മേനെ വേണമെന്നുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കാരണം അല്ലിക്കുട്ടൻ പേടിപ്പിച്ചാലും അവൻ വീണ്ടും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ട് വരുക. അതിനനുസരിച്ച് അല്ലിക്കുട്ടൻ്റെ പേടിപ്പീരും കൂടും. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടൻ എന്നാണെങ്കിലും ഇപ്പം ഞങ്ങളുമൊക്കെ ആയിട്ട് നന്നായിട്ട് ഇണങ്ങി. അവനിപ്പം ഞങ്ങളുടെ ഒച്ച കേട്ട അന്നേരം ഓടി വരുന്നൊക്കെയുണ്ട്. ഇനി അല്ലിക്കുട്ടനും ഇവനും കൂടെ ഒന്ന് കൂട്ടായാൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവനിവിടെ നിന്നോണ്ടേനെ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കും ഒരു സന്തോഷം തോന്നത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവരെ രണ്ടുപേരെ ഒന്നിച്ചൊക്കെ നിർത്താനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. ഉപദ്രവിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അത് പ്രശ്നമാകത്തില്ലേ. അങ്ങനെ അല്ലിക്കുട്ടൻ്റെ പേടിപ്പീര് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ പേടിപ്പിച്ച് എന്നാലും പൂച്ചക്കുട്ടനെ അവിടെ നിന്ന് ഓടിച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുവാണ്. ഇനി പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നാളെ വരാം.